ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയ കുറച്ച് ക്ലീനിങ് പ്രൊഡക്ട്സ് നിങ്ങളെയും കൂടി കാണിക്കാം. ഇവ എങ്ങനെ ഉപയോഗിക്കാം, എനിക്ക് ഇഷ്ടമായത് ഏതൊക്കെയാണ്, വാങ്ങാൻ പറ്റിയതാണോ എന്നെല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഈ ഒരു ചെറിയ ബ്രഷ് കിച്ചണിലെ സിങ്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്കിതൊരു കോംബോ ആയിട്ടാണ് കിട്ടിയത്. രണ്ടെണ്ണം 289 രൂപയാണ് റേറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരെണ്ണം ഞാൻ ബാത്റൂമിലെ വാഷിംഗ് ഏരിയ ക്ലീൻ ആക്കാനും എടുത്തു, ഒന്ന് കിച്ചണിലേക്കും എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബ്രിസിൽസ് എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റിയാണ്. പ്ലാസ്റ്റിക് ആണെങ്കിലും നമുക്ക് സ്റ്റീലിൻ്റെയൊക്കെ ആ ഒരു അത്രയും ക്വാളിറ്റിയുള്ള ബ്രിസിൽസ് ആണ് ഇതിനുള്ളത്. പിന്നെ പൈപ്പും സിങ്കിലെ പൈപ്പും ഇതുപയോഗിച്ച് ക്ലീൻ ചെയ്യാം. അത്യാവശ്യം നല്ല രീതിയിൽ ക്ലീനായി കിട്ടുന്നുണ്ട്. അടുത്തതായിട്ട് വലയൊക്കെ അടിക്കുന്ന ഈ ഒരു സ്റ്റിക്കാണ്. ഇത് നമുക്ക് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ ഇങ്ങനെ വലിച്ചു നീട്ടാനായിട്ട് പറ്റും. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 258 രൂപയാണ്. ഇതിൻ്റെ ഈ ബ്രിസൽസും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ്. പെട്ടെന്ന് അങ്ങനെ ഒടിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ വളഞ്ഞു പോവുകയോ ഒന്നുമില്ല. നമുക്ക് നല്ല ഹൈറ്റിൽ, ഞാനിപ്പോൾ താഴെ നിന്നുകൊണ്ട് ഏറ്റവും ഹൈറ്റിലാണ് വലയടിക്കുന്നത്. പിന്നെ വലയടിച്ച് കഴിഞ്ഞ് അതിനകത്ത് പറ്റിപ്പിടിക്കുന്ന ഈ വലയും പൊടിയും എല്ലാം നമുക്ക് നന്നായിട്ട് ഇങ്ങനെ കൈ കൊണ്ടിങ്ങനെ തട്ടുമ്പോൾ അത് പോകുന്നുണ്ട്. അപ്പം അങ്ങനെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കാനും പറ്റും. ഈ സ്റ്റിക്ക് ഞാൻ വാങ്ങിയത് മെയിനായിട്ടും ഫാൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് വാങ്ങിയിട്ട് ഏകദേശം 2 വർഷത്തിന് മുകളിലാകുന്നു. ഇതുവരെയായിട്ടും വേറെ കുഴപ്പമൊന്നുമില്ല. ഇത് മുൻപ് കാണിച്ച ആ സ്റ്റിക്കിനേക്കാളും കുറച്ചുകൂടി ലെങ്ത്ത് ഉണ്ട്. കുറച്ചുകൂടി നമുക്കിങ്ങനെ വലിച്ചു നീട്ടാനായിട്ട് പറ്റും. ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ച് ഈ സ്റ്റിക്ക് വളയുകയോ അങ്ങനെയൊന്നുമില്ല. വീഡിയോയിൽ കാണുന്നത് പോലെ ഈ സ്റ്റിക്കിൻ്റെ എൻഡ് ഇങ്ങനെ വളച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫാനിൻ്റെ ലീഫൊക്കെ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ ബ്രിസിൽസ് വന്നിട്ട് ത്രെഡ് ആണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല. പക്ഷേ അത് വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഞാൻ 2 വർഷത്തിന് മുകളിലായി ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ആ ത്രെഡ് അങ്ങനെ ഇളകി പോകുന്നതോ അല്ലെങ്കിൽ വേറെ ഒരു പ്രശ്നവും ഇല്ല. ഫാൻ ക്ലീൻ ചെയ്യാൻ മാത്രമല്ല, ഞാൻ വലയടിക്കാനും ഇത് യൂസ് ചെയ്യാറുണ്ട്. അടുത്തതായിട്ട് പാത്രം കഴുകുന്ന ഒരു സ്ക്രബിൻ്റെ കോംബോയാണ്. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. സ്റ്റീലും സ്പോഞ്ചും കൂടെ വന്നിട്ടുള്ള ഒരു സ്ക്രബ്ബറാണ്. ഇത് ഞാൻ മുന്നേ ഒരു ആമസോൺ ഓൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 152 രൂപയ്ക്ക് 12 എണ്ണമാണ്. കോളിൻ ഞാൻ ആമസോൺ വഴി വാങ്ങിയതല്ല, വീട്ടിനടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ്. പക്ഷേ ഇത് എല്ലാ വീടുകളിലും വേണ്ടുന്ന ഒരു മസ്റ്റ് ഹാവ് ക്ലീനിങ് പ്രൊഡക്റ്റ് ആണ്. അത്രത്തോളം യൂസാണ് ഇതുണ്ട്. ഇത് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് അടുക്കളയിലെ ഷെൽഫിലെ ആ ഒരു ഗ്ലാസ് ക്ലീൻ ചെയ്യാനും പിന്നെ നമ്മുടെ വീട്ടിലെ ജനൽ വൃത്തിയാക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ റിസൾട്ട് നിങ്ങൾക്ക് തന്നെ വീഡിയോയിൽ കാണാൻ കഴിയും. പിന്നെ വൃത്തിയാക്കുമ്പോൾ എപ്പോഴും നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ടവൽ തന്നെ യൂസ് ചെയ്യുക. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഏകദേശം 100 രൂപയ്ക്ക് അകത്തേ ഉള്ളൂ. 85 to 90 അതിനിടയിലാണ്. പിന്നെ ഞാൻ വാങ്ങിയത് 200 ml ആണ്. അപ്പോൾ ക്വാണ്ടിറ്റി അനുസരിച്ച് റേറ്റും മാറും. പിന്നെ എൻ്റെ കിച്ചണിലെ കൗണ്ടർ ടോപ്പ് ഞാൻ ക്ലീൻ ചെയ്യുന്നത് ഇതുപോലൊരു ടവൽ വെച്ചിട്ടാണ്. വെള്ളമൊക്കെ വീണാലും ഇതുപോലൊരു ടവൽ വെച്ചിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത്. പക്ഷേ എത്ര ക്ലീൻ ചെയ്താലും വെള്ളത്തിൻ്റെ ആ ഒരു വടിവും പാടും അതുപോലെ തന്നെ അവിടെ നിലനിൽക്കും. അങ്ങനെയാണ് ഞാൻ ഈ വൈപ്പർ ആമസോണിൽ കണ്ടതും ഓർഡർ ചെയ്യുന്നതും. പക്ഷേ ഇതൊരു സംഭവം തന്നെയാണ്. കാരണം നമ്മൾ ഈ വെള്ളം എത്ര വീണ് കിടന്നാലും ഈ ഒരു വൈപ്പർ ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ട് വെള്ളം വൈപ്പ് ചെയ്ത് മാറ്റാനും പറ്റും. അവിടെ അങ്ങനെ ഒരു വടിവോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ഒരു പാടോ ഉണ്ടാവുകയില്ല. ഞാൻ ഈ പ്രൊഡക്റ്റ് ആദ്യമായിട്ട് കാണുന്നത് റെസ്റ്റോറൻറ്റിലാണ്. റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ അവർ ടേബിൾ ക്ലീൻ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു പ്രൊഡക്റ്റ് വെച്ച് ചിലർ നല്ല ഭംഗിക്ക് നല്ല ഡിസൈനൊക്കെ ചെയ്ത് ക്ലീൻ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 148 രൂപയാണ്. ആ റേറ്റിന് എന്തുകൊണ്ടും വെർത്താണെന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഞാൻ ബാത്റൂമിലെ ചുമര് ക്ലീൻ ചെയ്യാൻ വേണ്ടി വാങ്ങിയ ഒരു പ്രൊഡക്റ്റാണ്. എനിക്ക് ഈ പ്രൊഡക്റ്റ് നല്ല ഇഷ്ടപ്പെട്ടു. കാരണം ഇതിലൊരു ഹാൻഡിൽ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാനും ഈസിയാണ്. ആ അഴുക്കും നമ്മുടെ കയ്യിലേക്ക് പറ്റില്ല. ഞാൻ മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കിച്ചണിൽ നമ്മൾ യൂസ് ചെയ്തിട്ട് കളയുന്ന ആ സ്ക്രബില്ലേ, അത് ഉപയോഗിച്ചാണ് വാഷ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത്രത്തോളം വൃത്തിയാവുന്നതിനേക്കാളും ആ ഒരു അഴുക്ക് എൻ്റെ കയ്യിൽ പറ്റുമായിരുന്നു. അപ്പോൾ എനിക്കത് ചെറിയൊരു ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങിയത്. പക്ഷേ ഇത് നല്ല യൂസ്ഫുള്ളാണ്. ഈ സ്ക്രബും അത്യാവശ്യം നല്ലതാണ്, നന്നായിട്ട് ക്ലീൻ ആകുന്നുമുണ്ട്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 159 രൂപയാണ്. അടുത്തത് നമ്മുടെ തുണിയിലൊക്കെ ഇടുന്ന ഈ ഒരു ക്ലിപ്പാണ്. ഇത് റേറ്റ് കുറച്ച് കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 140 രൂപയായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടെ അടുത്തുള്ള കടകളിലൊക്കെ ഇതിനേക്കാളും റേറ്റ് കുറഞ്ഞ് ഇതിനേക്കാളും ക്വാണ്ടിറ്റിയിലും ക്ലിപ്പ് ലഭിക്കുമെന്ന് തോന്നുന്നു. ഇനി ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മുടെ വീട്ടിൽ എപ്പോഴും നല്ല ഫ്രഷ് സ്മെല്ല് നിൽക്കണമെന്ന് ആഗ്രഹിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയ ഒരു സംഭവമാണിത്. ആദ്യം തന്നെ ഒരു നാരങ്ങ എടുത്ത് അതിനിങ്ങനെ 4ആയിട്ട് കട്ട് ചെയ്യണം. ഫുള്ളായിട്ട് കട്ട് ചെയ്യരുത്, അതിൻ്റെ ഒരു 1/4 ഭാഗം വരെ കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അത് നമ്മൾ കൈകൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വിടർത്തിയെടുക്കണം. ശേഷം അതിലേക്ക് നമുക്ക് ഇടാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിനകത്ത് കുത്തി നിറയ്ക്കാൻ പറ്റുന്ന അത്രയും കല്ലുപ്പ് നിറച്ചു കൊടുക്കുക.
പിന്നെ നമ്മുടെ വീട്ടിൽ മൺചിരാതം ഉണ്ടെങ്കിൽ നമുക്ക് അതെടുക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ പാത്രം എടുത്തിട്ട് ഈ നാരങ്ങ അതിലേക്ക് വെച്ച് കൊടുക്കാം. ശേഷം നമ്മുടെ വീട്ടിലുണ്ടാവുന്ന മണമുള്ള ഏതെങ്കിലും ഒരു ലിക്വിഡ്, അത് ഞാനിപ്പോൾ കംഫർട്ടാണ് എടുക്കുന്നത്, എൻ്റെ കയ്യിൽ അതാണ് ഉണ്ടായിരുന്നത്. കംഫർട്ട് എടുത്തിട്ട് പുറത്ത് പോകാത്ത രീതിയിൽ, കുറച്ചൊക്കെ പുറത്ത് പോകും, എന്നാലും മാക്സിമം പുറത്ത് പോകാതെ ഫുള്ള് അതിലേക്ക് തന്നെ പതുക്കെ പതുക്കെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നമ്മുടെ വീടിൻ്റെ എവിടെയാണ് നമുക്ക് വയ്ക്കാൻ ഇഷ്ടം അവിടെ വെച്ച് കൊടുക്കാം. നല്ലൊരു മണം തന്നെയാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. മാക്സിമം ഒരു ദിവസം അത്രയൊക്കെ മണം നിൽക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തതായിട്ട് ഈ ഒരു കാർപ്പറ്റ് ഡസ്റ്റ് ക്ലീനറാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഒരെണ്ണം 169 രൂപയാണ്. ഞാനിത് മെയിനായിട്ട് വാങ്ങിയത് നമ്മുടെ സോഫയും പിന്നെ ദിവാൻ കോട്ടും ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡസ്റ്റ് നന്നായിട്ട് നമ്മൾ എത്ര ചൂല് കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ടവൽ കൊണ്ടോ തട്ടിക്കളയുന്നതിനേക്കാളും നല്ല രീതിയിൽ ഡസ്റ്റ് പോകുന്നുണ്ട്. പക്ഷേ വീഡിയോയിൽ നമുക്ക് അത്രത്തോളം കാണാൻ പറ്റാത്തത് കൊണ്ടാണ്. കാർപ്പറ്റ് ക്ലീൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത് അതിൽ പറ്റിയിരിക്കുന്ന നമ്മുടെ മുടിയോ നൂലോ ഒക്കെ ഇതുകൊണ്ട് ക്ലീൻ ചെയ്യുമ്പോൾ നന്നായിട്ട് പോവും. ഈ ഒരു ചൂല് ഞാൻ വാങ്ങിയിട്ട് ഏകദേശം 1 വർഷത്തിൽ കൂടുതലായി. നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 270 രൂപയോ മറ്റോ ആയിരുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. എന്നാലും 300 രൂപയ്ക്ക് അകത്തേ ഉള്ളൂ. നല്ല ക്വാളിറ്റിയാണ്, അതുപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്യാനും പറ്റും, ഡസ്റ്റൊക്കെ നല്ല രീതിയിൽ പോകും. പക്ഷേ ഇതിൻ്റെ ഒരു ഡീമെറിറ്റായിട്ട് എനിക്ക് തോന്നിയത് കുറച്ചധികം സമയം വേണം ഇത് വെച്ച് ക്ലീൻ ചെയ്യാനായിട്ട്. പിന്നെ ഈ ഒരു വാൾ ഹാങ്ങിങ്സ് ഞാൻ വാങ്ങിയത് 94 രൂപയ്ക്ക് 10 എണ്ണമാണ്. ഇത് ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി പ്രോഡക്റ്റാണ്, എല്ലാവരും ഇത് വാങ്ങുക. ഇത് നമുക്ക് പല പർപ്പസിനായിട്ട് എടുക്കാം. ഞാൻ ഫോട്ടോസ് ഹാങ് ചെയ്തിടാനും പിന്നെ കിച്ചണിൽ സ്റ്റോറേജ് സാധനങ്ങൾ ഹാങ് ചെയ്തിടാനും പിന്നെ ഇതുപോലെ നമ്മുടെ ക്ലീനിങ് ഐറ്റംസ് ഹാങ് ചെയ്തിടാനും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. 5 കിലോ വെയിറ്റ് വരെ ഒരു ഹുക്കിന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് നമ്മുടെ ബാത്റൂമിലെ ക്ലോസറ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഞാൻ വാങ്ങിയ പ്രൊഡക്റ്റാണ്. ഇത് പുതിയ പ്രൊഡക്റ്റാണ്, അതുകൊണ്ടാണ് ഇതിൻ്റെ ബ്രിസിൽസൊക്കെ ഞാനിങ്ങനെ കൈകൊണ്ട് കാണിച്ചിരുന്നത്. ബാത്റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടി ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ലിക്വിഡ് ഹാർപ്പിക്കിൻ്റെ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ബ്രിസിൽസിനായാലും നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ടിലും ബാക്കിലും ഇങ്ങനെ ബ്രിസിൽസ് വരുന്നുണ്ട്. എൻ്റെ കയ്യിൽ മുൻപുണ്ടായിരുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബ്രഷായിരുന്നു. അതും ഒരു 4-5 പ്രാവശ്യം കഴുകി കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ബ്രിസിൽസ് കുറച്ചൊന്നും മടങ്ങി പോവുകയും ഇളകി ഇതുപോലെ ഇളകി പോവുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഒട്ടും ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ ഇത് വാങ്ങിയത്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ആമസോൺ വഴി വാങ്ങിയിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള കുറച്ച് ക്ലീനിങ് പ്രൊഡക്ട്സ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.